കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പ്രസവം ഒരു പ്രാർത്ഥനയാ. ഒരു ജീവൻ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി ഈശ്വരന്മാരോടുള്ള പ്രാർത്ഥന. അഭി, ഇത് കുറച്ച് കൂടിപ്പോയി. യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. കാർത്തിക്, നമുക്ക് സംസാരിക്കാം. നോ, എന്റെ അമ്മയും ചേച്ചി അധിക്ഷേപിച്ചിട്ട് എന്ത് ന്യായം പറയാനാ? എന്നെ ഒരു ഹൗസ് അറസ്റ്റിലാക്കിയിട്ടാ ഞാൻ അങ്ങനെ. എന്തൊക്കെയായാലും അഭി ചെയ്തത് വല്ലാത്ത ക്രൂവൽറ്റിയാണ്. ഇതിനൊരു സമാധാനം ഉണ്ടാക്കിയേ പറ്റൂ. പ്ലീസ്, ഇതൊരു പേഷ്യന്റിന്റെ റൂമാ. എന്റെ മുറി ചെന്ന് സംസാരിക്കാം. ഐ എം സോറി. ഇനി ചോദിക്കേ, കാർത്തിക്കിന് എന്താ അറിയേണ്ടത്? അമ്മയും ഗീതമ്മയും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, എന്നെ അവര് രണ്ടുപേരും ചേർന്ന് മുറിക്കകത്തിട്ട് പൂട്ടി. രക്ഷപ്പെടാൻ വേറൊരു വഴിയും കണ്ടില്ല ഞാൻ. കണ്ടില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കണമായിരുന്നു. എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്യണമായിരുന്നു. നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിന്റെ ഭർത്താവായ ഞാൻ അറിയണം, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കല്ല ചെയ്യേണ്ടത്. ഞാനത് ചിന്തിച്ചതാദ്യം, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഓ, അപ്പോ അത്രയ്ക്കുള്ള വിലയുള്ളൂ എനിക്ക്. വിലയിലും തൂക്കത്തിലൊന്നും അല്ല കാര്യം. കാർത്തിക്കിനെ അറിയിച്ചാലും കാർത്തിക്കിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നെനിക്ക് തോന്നി. എന്റെ അനുഭവങ്ങളെല്ലാം അങ്ങനെയാ. കാർത്തിക്കിനോട് മുറി തുറക്കരുതെന്ന് അമ്മയും ചേച്ചിയും കർശനമായിട്ട് പറഞ്ഞ കാർത്തിക്ക് മുറി തുറക്കില്ല. ഇനിയും അഥവാ തുറന്നാൽ ചേച്ചി വീണ്ടും ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കും. അതുകൊണ്ട് പോലീസിനെ വിളിക്കാതെ മറ്റു നിവൃത്തിയില്ലായിരുന്നു എനിക്ക്. എനിക്കിതൊന്നും അറിയണ്ട. നാട്ടുകാരറിഞ്ഞ് നാണക്കേടാവുന്നതിന് മുമ്പ് അവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. ഇറക്കിക്കോ. ആര് പറഞ്ഞു വേണ്ടാന്ന്? ഞാൻ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. നീ വന്ന് കംപ്ലൈന്റ് പിൻവലിക്കാതെ അവരെ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നാ ആ എസ് ഐ പറയുന്നത്. അഭി ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം. ഒരു ദിവസം അവിടെ കിടക്കട്ടെ, നാളെ വരാൻ ഞാൻ. അത് പറ്റില്ല അഭി. ഒരു നിമിഷം അവർ സ്റ്റേഷനിൽ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനൊരു ഭർത്താവ് മാത്രമല്ല, മകനും സഹോദരനും ഒക്കെയാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടിലിരുന്ന് പരിഹാരം കാണും. അഭി എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? അനുസരിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. എന്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരവും അവകാശവും കാർത്തിക്കിന് മാത്രമായിരിക്കും. ഞാനൊരിക്കലും അമ്മയുടെയും ചേച്ചിയുടെയും ഒരു കാര്യത്തിലും ഇടപെടില്ല. അതുപോലെ ആയിരിക്കണം എന്റെ കാര്യത്തിലും. ശരി, ഞാനത് പറയാം അവരോട്. നീ വാ. അമ്മ പോയതിനു ശേഷം മുറി തൂത്തുവാരിയിട്ടില്ല. വരുമ്പോ അതിന് ചിലപ്പോ എന്നോട് ദേഷ്യപ്പെടും. എന്തിനാ വെറുതെ വഴക്ക് കേൾക്കുന്നേ? തൂത്തേക്കാം. അയ്യോ, ഇത്രയും നീളമുള്ള മുടിയോ? ഇതാരുടെയാ? അമ്മയുടേതല്ല, ഈ വീട്ടിൽ ആരുടെയും അല്ല. അപ്പോ അതൊന്നും അറിയണമല്ലോ. മാഡത്തിന് പരാതിയില്ലെങ്കിൽ കേസെടുക്കാതെ ഞാൻ അവരെ വിട്ടേക്കാം. എന്താ വേണ്ടത്? പരാതിയില്ല സർ, അല്ലേ? ഞാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല സർ. ഇറക്കി വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞ പോരെ മാഡം, എഴുതി തരണം. നാളെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. ദാ
അവരെയും വിളിച്ചോണ്ടോ. സർ. വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. തരൂ. അഭി, എന്തു പറ്റി? ഞാൻ കംപ്ലൈന്റ് പിൻവലിക്കുന്നില്ല സർ. എനിക്ക് പരാതിയുണ്ട്. അഭി, കേട്ടില്ലേ പെങ്ങൾ പറഞ്ഞത്? വീട്ടിൽ ചെന്നാ എന്നെ അങ്ങ് ശരിയാക്കി കളയൂന്ന്. എന്നാ പിന്നെ വീട്ടിലേക്ക് വരണ്ട. വേണ്ടടി, എനിക്ക് നിന്റെ സൗജന്യത്തിൽ വീട്ടിലേക്ക് വരണ്ട. എന്നെ തൂക്കിക്കൊല്ലൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എത്ര വർഷം ശിക്ഷിച്ചാലും അത് കഴിഞ്ഞ് ഞാൻ വരും നിനക്ക് പട്ടണ പണിയാൻ. ഇവരകത്തേക്ക് കൊണ്ടു. ശരി സർ. മോനെ, ഞാൻ പറഞ്ഞില്ലേ, തന്റെ പെങ്ങളുടെ അഹങ്കാരം കൊണ്ടല്ലേ. കിടക്കട്ടെ അകത്ത്. അഭി, പോവരുത്. ഗീതമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. നീ അതൊന്നും കാര്യാക്കണ്ട. എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ അതൊന്നും കാര്യമാക്കരുതല്ലേ. അഭി, ഈ പറയുമ്പോഴുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഒരു പാവ ഗീതമ്മ. അപ്പൊ പിന്നെ ഞാനാണോ ഭയങ്കരി? ഇത്രയൊക്കെ കാണിച്ചിട്ടും സഹിച്ച് ക്ഷമിച്ച് ഞാൻ കംപ്ലൈന്റ് പിൻവലിക്കാൻ വന്നില്ലേ ഇവിടം വരെ. എന്നിട്ടും അവരുടെ അഹങ്കാരം കണ്ടോ? അത് അഹങ്കാരമൊന്നുമല്ല, വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. എന്തൊക്കെ കാണിച്ചാലും കാർത്തിക് അമ്മയെയും സഹോദരിയെയും ന്യായീകരിച്ച് സംസാരിക്കുള്ളൂ അല്ലേ? ഇപ്പൊ തർക്കിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമല്ല. കഴിഞ്ഞതൊക്കെ പോട്ടെ. വാ, വന്ന് പരാതിയില്ലെന്ന് എഴുതി കൊടുക്ക്. നടക്കില്ല കാർത്തിക്. എന്റെ അഭിമാനത്തെ പൊള്ളിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. നീ വാശി പിടിക്കില്ല അഭി. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ഇക്കാര്യത്തിന് കാല് പിടിച്ച് കാർത്തിക് സ്വയം തരം താഴണ്ട. നീ എഴുതി കൊടുക്കില്ല എന്നുള്ളത് തീർച്ചയാണോ? അതെ, എന്റെ തീരുമാനം ഇനി മാറില്ല. അഭി, എത്ര കഷ്ടപ്പെട്ടും ഞാൻ എൻ്റെ അമ്മയും ഗീതമയും സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിരിക്കും. പക്ഷേ അത് കഴിയുമ്പം ഞാനും ചില തീരുമാനങ്ങൾ എടുക്കും. എനിക്കുമുണ്ടാവും മാറാത്തൊരു തീരുമാനം.
അപേക്ഷ അയച്ചെങ്കി എന്നെ CBI എടുത്തേനെ. എന്തോന്ന്? എന്റെ കൂർമ്മ ബുദ്ധി തിളച്ചു തുടങ്ങി. നീ കാര്യം പറ പെണ്ണേ. അമ്മയുടെ മുറിയില് ഏതോ ഒരു സ്ത്രീ വരവും പോക്കുണ്ട്. നീയല്ലേ പറഞ്ഞ് ആ മീൻകാരി സ്ഥിരമായിട്ട് വരൂന്ന്? അവർക്ക് ഇത്രയും നീളത്തിലുള്ള മുടിയില്ല മമ്മി. പിന്നൊരു കാര്യം മമ്മിക്ക് അറിയോ? ദേ ഈ സ്ലൈഡ്, ഇവിടെ ആർക്കും ഇത്തരത്തിലുള്ള സ്ലൈഡ് ഇല്ല. ഇപ്പോൾ കേരളവർമ്മയ്ക്ക് പാർക്കാൻ സ്ഥലമില്ല. ശ്ശോ, ഈ പെണ്ണ് എന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കും. ഇവിടെ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതല്ലേ ഞാൻ CBI ഡയറക്കുറിപ്പൊക്കെ വെച്ചത്. പ്രാന്തന്മാരുടെ സിനിമ വല്ലതും കാണും. പൊടി, നിനക്കതാ നല്ലത്. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. നീ എന്നെ പരിഹസിച്ചോ? പക്ഷേ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് അമ്മയുടെ മുറിയിൽ ഒളിച്ചു താമസിച്ച ആളെയാ. ഒളിച്ചു താമസിച്ച ആളോ? ആരാത്? അതാരായിരിക്കും? നീണ്ട ഇടതൂർന്ന മുടിയുള്ള, കുളിച്ചിട്ട് ഒരു സ്ലൈഡൊക്കെ കുത്തിവരുന്ന സ്ത്രീ, അതാരായിരിക്കും? നിനക്ക് ശരിക്കും വട്ടായോ? എനിക്ക് വട്ടില്ലാന്ന് തെളിയിക്കാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും എനിക്കറിയാം. ഇത് ഒരു ഒലക്കയല്ല, ഇത് ഒരു വെട്ടുകത്തിയുമല്ല. ഇത് രണ്ടും അമ്മയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ. ഇത്രയും നീളമുള്ള മുടിയുള്ളത് ആർക്കാ? ബാലാമണിയാ? അത് ബാലാമണിയാണെങ്കിൽ അമ്മ നിന്നോട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇനി പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാനിരിക്കുന്നതേയുള്ളൂ. വാ മമ്മി. എന്താടാ? എന്തായാലും അമ്മയോട് പറയേ. ഒന്നും ശരിയായി വന്നില്ലമ്മേ. സ്ഥലം വിൽക്കുന്ന കാര്യം പറഞ്ഞിരുന്നു ആനന്ദ്. ശ്രമിച്ചു, പക്ഷേ നടക്കുന്നില്ലമ്മേ. ആരൊക്കെയോ നമുക്ക് തടസ്സം നിൽക്കുന്നുണ്ട്. വാങ്ങാൻ വരുന്നവരെല്ലാരെയും മടക്കി അയക്കുക. എന്നാ പോട്ടേന്ന് വെക്കണം. പണം കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്ക് ജാമ്യം കിട്ടില്ലെന്നല്ലേ ഉള്ളൂ. സാരില്ല, അതിനു വേണ്ടി എന്റെ മക്കളെല്ലാവരും കൂടി ഇങ്ങനെ വിഷമിക്കാതിരുന്നാ മതി. അമ്മേ, ജാമ്യം കിട്ടാതെ അമ്മ ഈ ജയിലിൽ തന്നെ കിടന്നോളെന്നാണ് പറയുന്നത്. നമുക്ക് നിവൃത്തികേടാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യൂടാ? എന്തും ചെയ്യും. എന്റെ അമ്മ ഇങ്ങനെ ഗതികെട്ട സ്വരത്തിൽ സംസാരിക്കരുത്. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് തോറ്റു കൊടുക്കണം എന്റെ അമ്മ. നമുക്ക് ജയിക്കണം. അന്തസ്സോടെ എന്റെ അമ്മ അഴകത്ത് വന്ന് കയറണം. ഞാനൊരു മുദ്രപത്രം കൊണ്ടുവരും. അതിൽ അമ്മ ഒന്ന് ഒപ്പിട്ട് തരണം. എന്തിനാടാ? തൽക്കാലത്തേക്ക് പ്രോപ്പർട്ടി വിൽപ്പനയാവുന്നവരെ വീട് പണയപ്പെടുത്താൻ തീരുമാനിച്ചു. പണയപ്പെടുത്തിയാൽ ഒന്നും സംഭവിക്കില്ലമ്മേ. സ്ഥലം വിറ്റ് നമ്മൾ ആ ബാധ്യത തീർത്ത് ആധാരം തിരിച്ചെടുക്കും. ഞാൻ മാത്രമല്ല, എല്ലാരും കൂടെ ചേർന്നെടുത്ത തീരുമാനം.
പറയാത്ത? അമ്മേ, എല്ലാരും കൂടി ആലോചിച്ച് എന്താന്ന് വെച്ചാ ചെയ്യേ. നീ പെട്ടെന്ന് പൊയ്ക്കോ, അധികം നേരം ഇവിടെ നിൽക്കണ്ട. അമ്മേ, പിന്നെ ഒരു കാര്യം. ഒരു കാര്യമില്ല, നീ പോ. അമ്മേ, മോനെ, സുമംഗലിയുടെ എന്നുവച്ചാ അഴകത്തമ്മയുടെ മകനാ. എത്ര വയസ്സായി എന്റെ മോന്? അതെന്തിനാ അറിയുന്നേ? 10-32 32 32 ആയി അല്ലേ? വേറൊന്നുമല്ല, അമ്മയ്ക്ക് കണക്ക് പെശകിയോന്നൊരു സംശയം. അമ്മയോ? നീയായിരിക്കും ഒരു പക്ഷേ. എന്തുപറ്റി? ഒന്നുമില്ല. ഒന്നുമില്ല, എന്റെ മോൻ പൊയ്ക്കൂ. പോലീസ് കേസ് ഒന്നും വേണ്ടായിരുന്നു മോളെ, അതവരുടെ വാശി കൂട്ടുകയുള്ളൂ. എന്തായാലും ഇനി ആ വീട്ടിലേക്ക് തന്നെയല്ലേ പോകേണ്ടത്? അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, ഇറങ്ങിയാ പിന്നെ ഒരു തിരിച്ചു കയറലുണ്ടാവില്ല. കേസ് ഞാൻ പിൻവലിക്കുകയില്ല. അല്ലെങ്കിലും ഇനി അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത്. അഭിയടത്തയോട് ഇനി വൈരാഗ്യത്തോടെ അവര് പെരുമാറൂ. അതൊന്നും എനിക്ക് പേടിയില്ല. പക്ഷേ എനിക്ക് മടുത്തു, വല്ലാതെ മടുത്തു. മോളെ, ഇത് നിന്റെ രണ്ടാമത്തെ കല്യാണമാണ്. ഇതും കൂടി പിണക്കത്തിലായ എല്ലാരും നിന്നെ കുറ്റം പറയൂ. എനിക്കറിയാം, ഭർത്താവ് വാഴാത്ത പെണ്ണാണെന്ന് പറഞ്ഞു നടക്കും. അല്ലെങ്കിൽ എന്റെ സ്വഭാവദൂഷ്യം കാരണം ആണുങ്ങൾ ഇട്ടേച്ചു പോകുന്നെന്ന് പറയും. രണ്ടായാലും അതെന്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കും. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു അഭിയടത്തെ? തീരുമാനിച്ചില്ല ബാലാമണി. പക്ഷേ ഞാൻ തീരുമാനിക്കും. ആരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല, എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കും. പ്രഭ മേഡം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റൂ. എനിക്ക് ചെന്ന് പറയാൻ വേറൊരു സ്ഥലവുമില്ല. ഞാൻ എന്ത് ചെയ്യും കാർത്തിക്? പരാതിക്കാരി കാർത്തിക്കിന്റെ ഭാര്യയാണ്. അവരാ പരാതിയിൽ ഉറച്ചു നിൽക്കുമ്പോ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരണം. ലോക്കപ്പിൽ കിടക്കുന്നത് എൻ്റെ അമ്മയും ചേച്ചിയോ. എനിക്ക് അവരെ പുറത്തിറക്കിയേ പറ്റൂ. മാഡം,
കേസായി കഴിഞ്ഞാൽ എല്ലാം കൈവിട്ടു പോകും. പരിചയം മിസ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നരുത്. ഈ ഒരു അവസ്ഥയിൽ മേഡത്തിന് മാത്രം എന്നെ സഹായിക്കാൻ പറ്റൂ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? കാർത്തിക്കിന്റെ ഭാര്യയെ വിളിച്ച് കേസ് പിൻവലിക്കാൻ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അത് മതിയോ? അതുകൊണ്ട് കാര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് മാറില്ല അഭിരാമി. പിന്നെ എന്ത് ചെയ്യും? മറ്റാരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ അവര്? അറിയില്ല. സ്വന്തം വൈഫിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഓർമ്മ വേണം. കാർത്തിക്ക് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും? ജീവിതം മുന്നോട്ടൊന്നും പോവില്ല. അത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല. അവളുടെ മനസ്സിലിപ്പോഴും ആദ്യത്തെ ഭർത്താവാ. ഈ വിവാഹം ഒരബദ്ധമായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. സെക്കൻഡ് മാരേജ് ആണോ വൈഫിന്റെ? കാർത്തിക് എന്തിനാ ഇങ്ങനൊരു അബദ്ധം കാണിച്ചത്? എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു മാഡം. വിവാഹം കഴിഞ്ഞാൽ അവൾ എൻ്റേതാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അതിനവൾക്ക് കഴിഞ്ഞില്ല. എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴും അഴകത്താ അവളുടെ മനസ്സ്.